ഹായ്, എല്ലാവർക്കും ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വാണി സന്തോഷ്. നമ്മൾ ഇന്നിവിടെ നാടൻ കോഴി, വീട്ടിൽ നമ്മൾ വളർത്തുന്ന നാടൻ കോഴീനെ മുളകും മല്ലിയൊക്കെ വറുത്തു പൊടിച്ച് നാളികേരക്കൊത്തിട്ട് വെളിച്ചെണ്ണയിൽ വരട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 3/4 കിലോയോളം നാടൻ കോഴി എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, കാന്താരി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഉണക്കമുളക് നമുക്കൊരു 10 എണ്ണം ആവശ്യമുണ്ട്. 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, ഇത് നമ്മൾ രണ്ടും വറുത്ത് പൊടിച്ചെടുക്കും. പിന്നെ നമുക്ക് ഇടാനായിട്ടുള്ള തേങ്ങാക്കൊത്തിനുള്ള തേങ്ങ വേണം. പിന്നെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വേണം, മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, കറിവേപ്പില വേണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് മുളകും മല്ലിയും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. മുളകും മല്ലിയും വറുത്തിട്ട് നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ, അതായത് ഇക്കാലത്ത് ആരും ഇങ്ങനെ അധികം വെക്കാറില്ല, പക്ഷെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ആ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മുളകും മല്ലിയും വറുത്ത് കഴിഞ്ഞു, നമ്മൾ അത് പൊടിക്കാൻ പോവാണ്. അപ്പോൾ ഒത്തിരി ഫൈൻ പൗഡറായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കുക. ഇനി നമ്മൾ കറി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചുവന്നുള്ളി നന്നായിട്ട് ചെറുതായി അരിഞ്ഞത് ഇടുക. ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും ചതച്ച് ഇടുക. പിന്നെന്താ, കാന്താരി, പച്ചമുളക്, കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് ഇടാം കേട്ടോ. കറിവേപ്പില, ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ, മുളകും മല്ലിയും വറുത്ത് പൊടിച്ചത്, അത് നമുക്കിതിലേക്ക് ഇടാം. കണ്ടോ, ഒത്തിരി ഫൈൻ പൗഡറായിട്ടല്ല ഞാൻ പൊടിച്ചിരിക്കുന്നത്, ഒരു ചെറിയ തരിതരിപ്പോട് കൂടിയാണ്. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും ഉപ്പ് ആവശ്യത്തിനുള്ളതും ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ പച്ച വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ വേറെ വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്യില്ല. അപ്പോൾ ആ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് ഈ മസാലയും വെളിച്ചെണ്ണയും ഇതെല്ലാം കൂടി പിടിക്കാനായിട്ട് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ആ 1 മണിക്കൂർ വെച്ചാൽ തന്നെയാണ് ഈ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അല്ലാതെ ഇത് പരട്ടി വഴി നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇതൊന്ന് വേവാനുള്ള വെള്ളം വേണമല്ലോ. എന്നിട്ട് നമുക്കൊരു വാഴയില വെച്ച് മൂടി നമുക്കിത് വേവിക്കാം. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദാണ്ടേ ഈ പരുവായിട്ടാണ് ഇരിക്കുന്നത്. അധികം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോൾ അതിൽ. അപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള സമയം ഈ തേങ്ങാക്കൊത്ത് ഇതിൽ കിടന്ന് വേവണം. കാരണം ഈ തേങ്ങാക്കൊത്തിലേക്ക് ഈ ചിക്കൻ്റെയും അതേപോലെ ഈ മസാലകളും എല്ലാം പിടിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇനി തേങ്ങാക്കൊത്ത് ഇട്ടിട്ട്, അപ്പോൾ നമുക്ക് ചിക്കൻ ഏതാണ്ട് ഒരു 3/4 വേവായിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ. കാരണം ഇതധികം മൂപ്പുള്ള ചിക്കൻ ആയിരുന്നില്ല. ഇനി നല്ല ഇച്ചിരി എന്താ പറയുക, കോഴി ഇത്തിരി മൂത്തതാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി സമയം വേണ്ടി വരും. നമുക്ക് എന്തായാലും 1 മണിക്കൂർ നമുക്ക് വേണം നാടൻ കോഴി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കണ്ടോ, ഞാനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മൂടിയിട്ട് വേവിച്ചില്ല കേട്ടോ, തുറന്നിട്ടാണ് വേവിച്ചത്. അപ്പോൾ കണ്ടോ, നമ്മുടെ ഇതൊക്കെ ചാറൊക്കെ വറ്റി. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. കറിവേപ്പില എത്ര അധികം ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ നാടൻ കോഴിക്കറിക്ക്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഫൈനൽ ടച്ചായിട്ട് ഗരം മസാല പൗഡർ ഇടണം. അപ്പോൾ ഗരം മസാല പൊടി ഇട്ടു. അപ്പോൾ നമ്മുടെ നാടൻ കോഴി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടാൽ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നാടൻ കോഴി പാൽ പിഴിഞ്ഞ കറി ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഡ്രൈ ആയിട്ടില്ലേ, നമുക്ക് ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.